സോ നെക്സ്റ്റ് ഇൻറ്റീജേഴ്സിൻ്റെ കേസുള്ള സബ്ട്രാക്ഷൻ നമ്മൾ ചുമ്മാ ചെയ്ത് നോക്കുക. രണ്ട് ഇൻറ്റീജേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളത്. 1 - 2 അല്ലെങ്കിൽ 3 - 1 ഇതൊക്കെ എന്താണ്, ഒരു ഇൻറ്റിജർ തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. സോ നമുക്കതും യെസ് എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ രണ്ട് ഇൻറ്റിജേഴ്സ് -1 × 2 അല്ലെ 2 × 3 ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഒരു ഇൻറ്റിജർ തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്നും പറയാൻ പറ്റും. സോ നെക്സ്റ്റ് ഡിവിഷൻ. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്തൊക്കെ പറഞ്ഞാൽ ഡിവിഷൻ്റെ കേസ് വരുമ്പോൾ നിങ്ങളെപ്പോഴും 0 കൊണ്ട് ചെയ്ത് നോക്കണം. എന്നാലുള്ളൂ നമുക്ക് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എക്സെപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഏതൊരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലാണ്ട് ബാക്കി എല്ലാ കേസിലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി എന്താണെന്ന് പറയാൻ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇൻറ്റീജേഴ്സ് ആണെങ്കിലും ഹോൾ നമ്പേഴ്സ് ആണെങ്കിലും റിയൽ നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എക്സാമ്പിൾ ചെയ്ത് നോക്കുമല്ലോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഡിവിഷൻ ആണെങ്കിൽ എപ്പോഴും 0ൻ്റെയും കൂടെ ചെയ്ത് നോക്കുക. കാരണം 0 കൊണ്ട് നമുക്ക് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ആ കേസിൽ നമുക്ക് എന്തായാലും ഒരു എക്സെപ്ഷൻ ഉണ്ടാവും. സോ മോസ്റ്റ് ഓഫ് ദി കേസസ് എന്താണ്, 0ൻ്റെ കേസിൽ നമുക്ക് എക്സെപ്ഷൻ ഉണ്ടാവും. കാരണം എന്താ, ഇപ്പോൾ ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 0/1 = 0 അത് ഓക്കെയാണ്. പക്ഷേ 1/0 എന്താ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് പറയേണ്ടി വരും, ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ ഡിവിഷൻ ക്ലോസ്ഡ് അല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനെ നോന്ന് മാർക്ക് ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഇൻറ്റീജേഴ്സ് നമ്മൾ നോക്കി, ഇനി നോക്കാനുള്ളത് ഏതാണ്, റാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, അഡീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും 2 റാഷണൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ത് തന്നെയാണ്, ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊടുത്ത എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. 3/8 പ്ലസ് -5/7 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യാറ്, നമ്മൾ ഡിനോമിനേറ്റർ എന്താക്കണം, LCM കൊണ്ട് ഈക്വൽ ആക്കണം. എന്നിട്ട് ന്യൂമറേറ്ററിലുള്ള നമ്പേഴ്സ് അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം. സോ ഇവിടെ 8 × 70 LCM എന്ന് പറയുന്നത് എന്താണ്, 8ഉം 7ഉം ഡിവിസിബിൾ ആവുന്നത് എന്തിലാണ്, രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ളത് 56 എന്ന നമ്പറാണ്. അപ്പോൾ 56 എന്ന നമ്പറിനാണ് നമ്മൾ LCM ആയിട്ട് വരിക. 8 × 7 ആണ് 56, 7 × 8 ആണ് 56. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ ചെയ്തത്, 3/8 × 7 ഇവിടെയും × 7 പ്ലസ് -5/7 × 8 -5 × 8. കാരണം എന്താ, ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ എന്താവുള്ളൂ, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആവുള്ളൂ, LCM ഈക്വൽ ആവുള്ളൂ. നമ്മൾ താഴെ ഡിനോമിനേറ്റർ LCM ഈക്വൽ ആക്കുന്ന സമയത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ സെയിം നമ്പറിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ന്യൂമറേറ്ററിലും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്താവും നമ്മൾ ആൻസർ, 21 പ്ലസ് -40/56 എന്ന് കിട്ടും. സോ നമുക്ക് എന്താവും നമ്മൾ ആൻസർ, 21 പ്ലസ് -40 എന്ന് പറഞ്ഞാൽ എന്താ, -19/56. ഇത് നമ്മൾ പ്രോപ്പർട്ടി മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് റാഷണൽ നമ്പറിൻ്റെ അഡീഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു. ഓക്കെ. സോ ഇതേ കേസിൽ നമ്മൾ എന്തുകൊണ്ടും ഏത് 2 റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക, റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാം, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാൻ പറ്റും. സിമിലർലി സബ്ട്രാക്ഷൻ നോക്കുക. സബ്ട്രാക്ഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഇവിടെ തന്നെയുള്ള എക്സാമ്പിൾ എടുക്കാം. -5/7 -2/3 രണ്ടിൻ്റെയും കൂടെ LCM ആയിട്ട് എന്താ വരിക, 7ഉം 3ഉം പോകാൻ പറ്റുന്ന നമ്പർ ഏതാ, 21 ആണ്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ താഴത്ത് 21 ആക്കണം. നമ്മൾ എന്താ ചെയ്യുക, 7 × 3ഉം ചെയ്യും, 3 × 7ഉം ചെയ്യും. സോ നമ്മൾ എന്തിനെ കൊണ്ടാണോ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെക്കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ -15 -14. ഓക്കെ. നമുക്ക് എന്ത് കിട്ടും, -15 -14 എന്ന് പറഞ്ഞാൽ എന്താ, -29/21 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതും എന്താണ്, ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. നമ്മൾ ചുമ്മാ ഒരു എക്സാമ്പിൾ എടുത്താണ്. സോ നിങ്ങൾ ഏതൊരു 2 റാഷണൽ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും, റാഷണൽ നമ്പർ തന്നെയായിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്നും പറയാൻ പറ്റും. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും സെയിം തന്നെ, നമ്മൾ 2 റാഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും എന്താണ്, ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്നും പറയാൻ പറ്റും. ലാസ്റ്റ് ഡിവിഷൻ. സോ ഡിവിഷൻ്റെ കേസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിവിഷൻ ചെക്ക് ചെയ്യുമ്പം ഒരു നമ്പർ 0 ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഞാൻ 0ഉം 2/3 നോക്കണം. 0 ÷ 2/3. അപ്പോൾ എന്താണ്, 0നെ കൊണ്ട്
എന്ത് തന്നെ ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. സോ അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ തിരിച്ച് ചെയ്യുമ്പോഴോ 2/3/0 ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ? രണ്ട് റേഷണൽ നമ്പേഴ്സാണത്. 2/3 0 റേഷണൽ നമ്പേഴ്സ് തന്നെയാണ്. സോ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അത് ഇൻഫൈനിറ്റി എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയാറുള്ളത്, ഡിഫൈൻഡ് അല്ല. സോ നമുക്ക് എന്ത് പറയണം? റേഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയേണ്ടി വരും. ഓക്കെ, റേഷണൽ നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോ നമ്മൾ 3 എണ്ണം നോക്കി, ഹോൾ നമ്പേഴ്സ് നോക്കി, ഇൻറ്റിജേഴ്സ് നോക്കി, റേഷണൽ നമ്പേഴ്സ് നോക്കി. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണേത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി. എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി? നിങ്ങൾ വീട്ടിൽ സലാഡ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇല്ലേ? സോ അത് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ ടൊമാറ്റോ ഉപയോഗിക്കാറുണ്ട്, ക്യാപ്സിക്കം ഉപയോഗിക്കാറുണ്ട്, കുറേ വെജിറ്റബിൾസ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സാലഡിന് ആദ്യം നിങ്ങൾ ടൊമാറ്റോ ആഡ് ചെയ്ത് പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്താലും, ആദ്യം ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്താലും, എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന സാലഡിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ആദ്യം ഏത് വരുന്നു എന്നുള്ളതിന് അവിടെ എന്തില്ല, പ്രസക്തിയില്ല. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആണോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുക. സോ നിങ്ങൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുമ്പം ഈ സാലഡിൻ്റെ കഥ ആലോചിക്കാം. ഓക്കെ, സോ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇത് നമ്മുടെ ബൗളാട്ടോ സാലഡിൻ്റെ. COMMU ഇത് സ്പൂണ്, ടി നിങ്ങളെ സാലഡ് ആട്ടോ. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാലഡിന് ഓർമ്മ വരണം. എന്ത് ടൊമാറ്റോ ആദ്യമിട്ടാലും ക്യാപ്സിക്കം ആദ്യമിട്ടാലും കിട്ടുന്ന സാലഡ് സെയിം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യം ഏത് നമ്പർ ഉപയോഗിച്ചാലും, അതായത് 2 നമ്പർ എയും ബിയും ഉണ്ടെങ്കിൽ A+B തന്നെയായിരിക്കണം B+A, അല്ലെങ്കിൽ A-B തന്നെയായിരിക്കണം B-A, അല്ലെങ്കിൽ A×B ആയിരിക്കണം B×A, അല്ലെങ്കിൽ A/B ആയിരിക്കണം B/A. സോ ഇതാണ് കമ്മ്യൂട്ടേറ്റിവിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ ചെയ്താലും തിരിച്ച് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യണം. സോ നമുക്ക് നമ്മൾ ടേബിൾ വരയ്ക്കാം. നമുക്കറിയാം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, ഇനി നമ്മളെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0, 1, 2, 3 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 2 നമ്പേഴ്സ് എടുക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഹോൾ നമ്പേഴ്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ 1ഉം 2ഉം കൊണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളൊരു ചെറിയ ടിപ്പാണ് കേട്ടോ. ഹോൾ നമ്പേഴ്സിൻ്റെ കണ്ടീഷൻസ് നോക്കുമ്പോൾ 1നെ കൊണ്ടും 2നെ കൊണ്ടും ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസിനൊക്കെ ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ 1+2 തന്നെയല്ലേ 2+1 എന്ന് പറയുന്നത്? അതെ, സോ അതൊക്കെയാണ്. 0+1 = 1+0. സോ ഇത് നമ്മൾ ഹോൾ നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ അഡീഷൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് കിട്ടുന്ന ആൻസറും എന്ത് തന്നെയാണ്? ഹോൾ നമ്പർ തന്നെയാണ്. സോ അഡീഷൻ ഈസ് ക്ലോസ്ഡ് അണ്ടർ, അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് നമ്മളെന്താ ചെക്ക് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ. സോ ഞാൻ പറഞ്ഞു സബ്ട്രാക്ഷൻ്റെ കേസിൽ 1ഉം 2ഉം കൊണ്ട് ചെയ്ത് നോക്കാം. 1 - 2, 2 - 1 ഇത് രണ്ടും സെയിം ആണോ? അല്ല. 1 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. 2 - 1 1. ഇത് ഹോൾ നമ്പർ തന്നെയാണെന്ന് വിചാരിക്കാം. കാരണം 1 പോസിറ്റീവ് നമ്പറാണ്. പക്ഷേ 1 - 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് നമ്പർ ഹോൾ നമ്പേഴ്സിൽ വരും? ഇല്ല. അതെന്താണ്? അത് ഇൻറ്റീജേഴ്സാണ്. സോ A - B ≠ B - A എന്നായി. സോ AB BA ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആ കേസിൽ എന്ത് ചെയ്യുക? നമുക്ക് പറയാൻ പറ്റും ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ, ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? ആയിരിക്കണമല്ലോ. 1 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 1 ആണ്. 3 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 3 ആണ്. 0 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 0 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്താണ് ഡിവിഷൻ. ഡിവിഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? 0 വെച്ചിട്ട് ചെക്ക് ചെയ്യാം അല്ലേ? സോ 0/1 തന്നെയാണോ? 1/0 എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ തന്നെ പറ്റില്ല. സോ ഡിനോമിനേറ്ററിൽ 0 വരുന്ന കേസൊക്കെ ഡിവിഷൻ്റെ കേസിൽ നമ്മൾ 0 വെച്ചും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു നമ്പർ കിട്ടുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയണം? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. സോ ഹോൾ നമ്പേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എങ്ങനെയാണ്? ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷൻ നോക്കുക. -1 + 2 തന്നെയല്ലേ? 2 + -1 -1 + 2 എന്ന് പറഞ്ഞാൽ എന്താ? 1.
2 + -1 എന്ന് പറഞ്ഞാലും 1. അപ്പം എന്താണ് നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുന്ന സമയത്ത് അഡീഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ളത് ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ മനസ്സിലായി. സബ്ട്രാക്ഷൻ നോക്കുക. സബ്ട്രാക്ഷൻ കേസ് ഞാൻ പറഞ്ഞു 1 ഉം 2 ഉം വെച്ച് ചെയ്ത് നോക്കാം. സോ 1 - 2 = 2 - 1 ആണോ? 1 - 2 ആണോ 2 - 1? അല്ല. സോ നമുക്ക് എന്ത് മനസ്സിലായി? 1 - 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സബ്ട്രാക്ഷൻ്റെ കേസിൽ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 1 × 2 തന്നെയല്ലേ 2 × 1. 2 × -1 തന്നെയല്ലേ -1 × 2. അതെ. സോ എല്ലാ കേസിലും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഡിവിഷൻ. ഡിവിഷൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു ഒരു കേസ് 0 വെച്ചിട്ടും കൂടെ ചെക്ക് ചെയ്യാം. അപ്പം ആലോചിക്കേണ്ടതിനല്ല, 0 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഏതൊരു നമ്പറും അൺഡിഫൈൻഡ് ആണ്. സോ 1 ഉം 0 തന്നെ എടുക്കുക. 0 ഉം 1 എടുത്തു കഴിഞ്ഞാൽ 0/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1/0. 1/0 അൺഡിഫൈൻഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? അത് എന്തല്ല, ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയേണ്ടി വരും ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ. സോ ഇൻറ്റീജേഴ്സിൻ്റെ കേസും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമുക്ക് ചുമ്മാ എക്സാമ്പിൾ എടുക്കാൻ ഉദ്ദേശിച്ചത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ തന്നെ എക്സാമ്പിൾ എടുക്കാം. -2/3 + 5/7 എന്താണ്? ഇവിടെ നമ്മൾ LCM-ന് ഈക്വൽ ആക്കണം. സോ ഈക്വൽ ആക്കുന്ന സമയത്ത് 3-നെ 3 × 17 LCM എന്ന് പറഞ്ഞാൽ എന്താണ്? 21 ആണ്. രണ്ടിനും കൂടെ ഡിവിസിബിൾ ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 21 ആണ്. സോ ഡിനോമിനേറ്റർ 21 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3-നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ ഡിനോമിനേറ്ററിൽ നമ്മൾ നമ്പറിനെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പറിനെ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ ഇൻറ്റു ചെയ്യണം. പ്ലസ് 5/7 × 3 ആണ് 21. 3 ആണ് 21. സോ എന്തായി? നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? -14/21 + 15/21. സോ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? -14 + 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/21 എന്ന് കിട്ടും. സോ അഡീഷൻ്റെ കേസിൽ നമുക്ക് എല്ലാ റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്താലും, എല്ലാ റാഷണൽ നമ്പേഴ്സ് അല്ല, 2 റാഷണൽ നമ്പർ എന്താണ് പരസ്പരം ഏത് രീതിയിൽ ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. സബ്ട്രാക്ഷൻ്റെ കേസിലോ? സബ്ട്രാക്ഷൻ്റെ കേസിൽ 2/3 - 5/4 ഇത് തന്നെയാണോ 5/4 - 2/3 എന്ന് പറയുന്നത്? അല്ല. ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? 2/3 - 5/4 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 12 ആക്കി. അപ്പോൾ 12 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4-നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ 4-നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ 8. ഇവിടെ 3-നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ 3-നെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ 8 - 15 എത്രയാണ്? -7/12 ആണ് ഇവിടെ കിട്ടുക. രണ്ടാമത്തെ കേസിൽ എന്താ കിട്ടുക? 5/4 - 2/3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ × 3 ചെയ്യണം, ഇവിടെ × 3, ഇവിടെ × 4, ഇവിടെ × 4. സോ 15/12 - 8/12. അപ്പോൾ എത്ര കിട്ടുക? 7/12 എന്നാണ് കിട്ടുക. അപ്പോൾ ഒരു സൈഡിൽ -7/12 ഒരു സൈഡിൽ +7/12 ആണ് നമുക്ക് കിട്ടുന്നത്. സോ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് രണ്ടും ഡിഫറെൻറ്റ് ആൻസേഴ്സാണ് കിട്ടുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1/2 × 2/3 = 2/6. നമ്മൾ ഏത് 2 റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. 2/3 × 1/2 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് ഡിവിഷൻ ഞാൻ പറഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ നമ്പറിനെ 0-നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കേസ് വരുമ്പോഴൊക്കെ തന്നെ എന്താണ്? അത് അൺഡിഫൈൻഡ് ആയിട്ട് മാറും. സോ നിങ്ങൾ ചുമ്മാ 2 റാഷണൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇത് 2/3/0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ എന്ത് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും ഫോർ ഡിവിഷൻ. ഓക്കെ. സോ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും പഠിച്ചു.
ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി. സോ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാം. 3 ഫ്രണ്ട്സ് ഉണ്ട്, എ ബി സി. ഇവർക്ക് 3 പേർക്കും കൂടെ 2 ബൈക്കാണുള്ളത്. ഓക്കെ, ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. അവരൊരു സിനിമ കാണാൻ പോവുകയാണ്, എയും ബിയും സിയും കൂടി. സോ എയും ബിയും സിയും ഇവിടെ എത്തണം. 2 ബൈക്ക് വേണ്ടത്. എയും ബിയും ആദ്യത്തെ ബൈക്ക് എടുത്തിട്ട് പോയി, പിന്നെ സി മാത്രം രണ്ടാമത്തെ ബൈക്ക് എടുത്തിട്ട് പോകുന്നതും, എ മാത്രം ആദ്യത്തെ ബൈക്ക് എടുത്ത് പോയി, ബിയും സിയും കൂടെ രണ്ടാമത്തെ ബൈക്ക് എടുത്ത് പോകുന്നതും രണ്ടും സെയിം ആണല്ലോ. 3 പേർക്കും അവിടെ എത്തണം. അതായത് ഏത് 2 കൂട്ടർ ഒരുമിച്ച് പോയാലും നമുക്ക് എത്തേണ്ടത് ഒരു സ്ഥലത്ത് തന്നെയാണ്. സോ എങ്ങനെ എത്തിയാലും കുഴപ്പമില്ല. ഈ ഒരു സംഭവത്തിനെയാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുക. അസോസിയേറ്റ് ചെയ്യാം, ഒരുമിച്ച് പോവുക. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ കേസിൽ ചെയ്യാന്നുള്ളത് നോക്കാം. സോ നമ്മളെ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ഫസ്റ്റ് തന്നെ ഹോൾ നമ്പേഴ്സ്. ഇവിടുത്തെ കേസിൽ നമുക്ക് 3 നമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇതാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അഡീഷനാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതാണ് എല്ലാ ഓപ്പറേഷൻസും അഡീഷൻ തന്നെ കാണുന്നത്. ഓക്കെ, ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ആഡ് ചെയ്താലും എന്താ കിട്ടുക? നമുക്ക് 0, 1, 2 എടുക്കാം. 0 + 1 + 2 തന്നെയാണ് എന്ത്? 0 + 1 + 2 അല്ലേ? ഈക്വൽ ടു 0 + 3 അല്ലേ? സോ എന്ത് പറയാൻ പറ്റും? അഡീഷൻ ഈസ് അസോസിയേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. സബ്ട്രാക്ഷൻ നോക്കാം. സബ്ട്രാക്ഷൻ ഞാൻ പറഞ്ഞു 1 ഉം 2 എന്തായാലും യൂസ് ചെയ്യണം. സോ 0 - 1 - 2 തന്നെയാണോ എന്ത്? 0 - 1 - 2 ആണോ? ഫസ്റ്റ് കേസിൽ എന്താ? 0 - 1 എന്ന് പറഞ്ഞാൽ -1 -2. സെക്കൻഡ് കേസിൽ എന്താണ്? 0 - 1, ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? +2 ആവും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇല്ലേ? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് -3 ആണ് കിട്ടുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 1 ആണ് കിട്ടുക. സോ ഈ കേസിൽ എന്തല്ല? സബ്ട്രാക്ഷൻ അസോസിയേറ്റീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് എന്ത് പറയാൻ പറ്റും? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് എന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. സോ 1 × 2 × 3 തന്നെയാണോ? 1 × 2 × 3 അതെ അല്ലേ? എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടുക? 2 × 3 എന്നും കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 × 6 എന്നും കിട്ടും. രണ്ടും നമുക്ക് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാൻ പറ്റും. ലാസ്റ്റ് ഡിവിഷൻ പറഞ്ഞു. ഡിവിഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 0 വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷേ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടീൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാനത്തെ ഒരു ടിപ്പ് പോലെ പറഞ്ഞായിരുന്നുള്ളത് 0 വെച്ചിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇവിടുത്തെ കേസിൽ നമുക്ക് 1 ഉം 2 ഉം 3 ഉം തന്നെ നോക്കാം. കാരണം 0 വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ 1 / 2 / 3 തന്നെയാണോ 1 / 2 / 3 എന്നുള്ളത് നോക്കാം. സോ 1 / 2 എന്നുള്ളതിന് നമ്മൾ 1/2 എന്നെഴുതി /3. ഇവിടെ 1 എന്നുള്ളത് 1/1 തന്നെ /2/3. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1/2 3 എന്ന് പറഞ്ഞാൽ 3/1 ആണല്ലോ.
ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റെസിപ്രോക്കലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 1/3 എന്നും കിട്ടും. ഇവിടെ 1/1 ഇൻറ്റു ഇതിൻ്റെ 2/3 റെസിപ്രോക്കൽ 3/2. സോ ഈ രണ്ട് കേസിലും എന്താണ്, സെയിം ആണോ നമുക്ക് കിട്ടുന്നത്? അല്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 1/6 എന്നുമാണ് കിട്ടുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3/2 എന്നുമാണ് കിട്ടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ എന്തല്ല, അസോസിയേറ്റീവ് അല്ല എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. ലാസ്റ്റ് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഇൻറ്റീജേഴ്സിൻ്റെ കേസിലുള്ള ഡിവിഷൻ. സോ നമുക്ക് ഇവിടെ തന്നെയുള്ള എക്സാമ്പിൾ നോക്കാം. -10 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ -5. ഇത് തന്നെയാണോ എന്തെന്ന് ചെക്ക് ചെയ്യേണ്ടത്? -10 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ -5. ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്ന സമയത്ത് -5 ഡിവൈഡഡ് ബൈ -10/2 എന്ന് പറഞ്ഞാൽ -5 ഡിവൈഡ് ബൈ -5 എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്ന സമയത്ത് -10 ഡിവൈഡഡ് ബൈ 2/-5 ആണ്. സോ നമുക്കൊന്ന് മാറ്റി എഴുതി വെക്കാം. എങ്ങനെ എഴുതുക? -10 ഡിവൈഡഡ് ബൈ 2/-5. ഇതെന്ന് പറഞ്ഞാൽ -10 ഇൻറ്റു 2/-5ൻ്റെ റെസിപ്രോക്കൽ -5/2. അതായത് ഇതും കട്ട് ചെയ്ത് 5 ആയാൽ 25 എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് 1 ആണ് കിട്ടിയതെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് 25 ആണ് കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? ഡിവിഷന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? രണ്ട് ഡിഫറെൻ്റ് ആൻസേഴ്സാണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് റാഷണൽ നമ്പേഴ്സിൻ്റെയാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് അസോസിയേറ്റിവിറ്റി ഉള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ തന്നെയുള്ള എക്സാമ്പിൾ നോക്കി നോക്കാം. അഡീഷൻ്റെ കേസിൽ നിങ്ങളൊന്ന് നോക്കി നോക്കുക. -2/3 പ്ലസ് 3/5 പ്ലസ് -5/6 അല്ലേ? ഇത് തന്നെയാണോ എന്തെന്ന് ചെക്ക് ചെയ്യേണ്ടത്? -2/3 പ്ലസ് 3/5 പ്ലസ് -5/6 ഇതാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മൾ സ്ക്രീൻ ഒന്ന് മയക്കുകയാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്ന സമയത്ത് -2/3 പ്ലസ് 3/5 പ്ലസ് -5/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 6ൻ്റെയും എന്ത് ചെയ്യണം? 5 × 6ൻ്റെയും LCM കണ്ടുപിടിക്കണം. 5 × 6ൻ്റെ LCM എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ 30 അയക്കാൻ വേണ്ടിയിട്ട് 5നെ നമ്മൾ 6 കൊണ്ട് ഇൻറ്റു ചെയ്യും. അതേപോലെ 6നെ നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് മുകളിൽ ഇൻറ്റു ചെയ്യണം. 3/5 × 6 3 × 6 പ്ലസ് -5/6ന് നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യുക? 5 കൊണ്ട്, എന്നാലേ 30 ആവുള്ളൂ. ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
minus 2 by 3 plus 6 into 3 18 minus 5 into 5 minus 25 whole divided by 30 എന്ന് എഴുതാം. So which is equal to minus 2 by 3 plus എത്രയാണ് 18 plus minus 25 എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈനസ് 7 by 30 എന്ന് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 3ൻ്റെയും 30ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 30 തന്നെ. സോ minus 2 by 3 into 10 into 10 plus minus 7 by 30 which is equal to 30 നമ്മൾ കോമൺ ആക്കി minus 20 plus minus 7 which is equal to എന്താണ് minus 27 by 30 എന്ന് കിട്ടും ആണേ. സോ minus 27 by 30 നിങ്ങൾ എന്താണ് ചെറിയ നമ്പറിനെ കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പറിനെ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നമ്മൾ 3നെ കൊണ്ട് രണ്ട് സൈഡിനും ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതുകയാണ്. അപ്പോൾ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. സോ നിങ്ങൾക്ക് minus 9 by 10 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മളെ ബാക്കി കോമ്പിനേഷൻ minus 2 by 3 പ്ലസ് എന്താണ് minus 2 by 3 പ്ലസ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ത്രീ ബൈ 5 പ്ലസ് മൈനസ് ബൈ 6 എന്നാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഇതിപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് minus 9 by 10 എന്ന് കിട്ടി. സോ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഏതാണ് minus 2 by 3 പ്ലസ് 3 by 5 പ്ലസ് minus 5 by 6. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെയാണ് കിട്ടുക? minus 9 by 10 എന്ന് തന്നെയാണ് കിട്ടുക. സോ അതാണ് ഇവിടെ നമ്മുടെ റേഷണൽ നമ്പർ അഡീഷൻ്റെ രണ്ട് കേസിലും പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? റേഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ എന്താണ് അഡീഷൻ അസോസിയേറ്റീവ് ആണെന്നുള്ളത് പറയാൻ പറ്റും. നെക്സ്റ്റ് സബ്ട്രാക്ഷനും ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ തന്നെ കൊടുത്ത എക്സാമ്പിൾ ചെയ്തു നോക്കിയാൽ മതി. ഞാനതിൽ ചെയ്യുന്നില്ല, ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കെന്താണ് മനസ്സിലാവുക? സബ്ട്രാക്ഷൻ അസോസിയേറ്റീവ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സിമിലർലി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? മൾട്ടിപ്ലിക്കേഷൻ ഏത് കോമ്പിനേഷനിൽ എടുത്ത് ചെയ്താലും എന്താണ് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാവും. ഈ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നില്ല ഇവിടെ, ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതുള്ളൂ. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനാണ്. ജസ്റ്റ് വേണം നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. minus 7 by 3 into 5 by 4 into 2 by 9. ഇത് തന്നെയാണോ minus 7 by 3 into 5 by 4 into 2 by 9 എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? minus 7 by 3 into 5 into 2 10, 9 into 4 36. സോ നമുക്ക് എന്ത് കിട്ടും?
മൈനസ് 70/108 എന്ന് കിട്ടും. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുന്ന സമയത്ത് -70/108 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് -35/54 ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് -7 to 5 എന്ന് പറഞ്ഞാൽ -35/12 into 2/9 ഈക്വൽ ടു എത്രയാണ്? 35 into 2 എന്ന് പറഞ്ഞാൽ -70/9 into 12 എത്രയാണ്? 9 to 10 എന്ന് പറഞ്ഞാൽ 90, 9 to 12 എന്ന് പറയുമ്പം 108. സോ അവിടെ നമുക്ക് എന്താണ് കിട്ടുക? -35/54 തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് മനസ്സിലാവും? മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സിനുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോ ഫൈനലി ഡിവിഷൻ. സോ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇനി അടുത്ത എക്സസൈസസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതായത് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും ആ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് കുറേ കൂടെ ഈസി ആയിരിക്കും. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിച്ചു തരാം. ഫൈനലി ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്ത എക്സാമ്പിൾ തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 1 divided by 2 divided by -1/3 divided by 2/5. ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ്? 1 divided by 2 divided by എന്താണ്? 1/3 divided by -1/3 by 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ളത് അല്ലേ? അതിന് നമ്മൾ എങ്ങനെ എഴുതും? -1/3 into 5/2 എന്നത് ഇതിൻ്റെ റെസിപ്രോക്കലിനെ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്താ കിട്ടുക? 1/2 divided by എന്താണ്? -5/6. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ -1/2 ഡിവൈഡ് ബൈ ഇതിനെ -1/3 into 5/2 എന്ന് കിട്ടിയത്. സോ നമുക്ക് എന്താ കിട്ടുക? ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യുന്ന സമയത്ത് 1/2 into 6/-5 which is equal to -3/5. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് -3/5 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എവിടെയാണ് ബ്രാക്കറ്റ് ഉപയോഗിക്കുക? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം 1/2 -1/3 എന്ന് പറഞ്ഞാൽ 1/2 into -3/1 equal to -3/2. So -3/2 divided by 2/5. സോ ഇവിടുത്തെ കേസിൽ ഇതും കട്ട് ചെയ്താൽ കട്ട് ചെയ്യലല്ല, എന്താണ്? ഡിവൈഡാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു ചെയ്യും. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? -3/2 ഇൻറ്റു 5/2 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു -15/4 എന്ന് കിട്ടും. നേരത്തെ നമുക്ക് LHS -3/5 എന്നായിരുന്നു കിട്ടിയിരുന്നത്. ഇവിടെ RHS നമുക്ക് എത്താൻ കിട്ടുന്നത് -15/4 എന്നാണ് കിട്ടുന്നത്.
സോ നമുക്ക് എന്ത് പറയാം, ഡിവിഷന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇല്ല എന്നുള്ളത് മനസ്സിലാവും. സോ നമ്മൾ നോന്ന് മാർക്ക് ചെയ്യും. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതൊരു നമ്പറിനെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി, ആ ടേം തന്നെ നിങ്ങൾ നോക്കുക. ഞാനിപ്പം 3 എന്നുള്ളൊരു നമ്പർ എഴുതി. 3നെ കൊണ്ട് ഞാൻ എന്ത് ആഡ് ചെയ്താലാണ് എനിക്ക് 3 തന്നെ കിട്ടുക എന്നുള്ളത് നോക്കുക. അതായത് ഏതൊരു നമ്പറിനെ കൊണ്ടും എന്ത് ആഡ് ചെയ്താലാണ് എനിക്ക് അതേ നമ്പർ തന്നെ കിട്ടുക എന്നുള്ളത് നോക്കുക. ആ നമ്പറിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആഡ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് അഡിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ? 3ൻ്റെ കൂടെ 0 ആഡ് ചെയ്താലാണ് 3 തന്നെ കിട്ടുക, അല്ലെങ്കിൽ 400ൻ്റെ കൂടെ 0 ആഡ് ചെയ്താലാണ് 400 എന്ന് കിട്ടുക. സോ നമ്മൾ 0 എന്ത് വിളിക്കും? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ഏതൊരു റാഷണൽ നമ്പറിൻ്റെ കൂടെയും 0 ആഡ് ചെയ്യുമ്പോൾ അതേ റാഷണൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ 0നെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ് വിളിക്കുക. അത്രേ ഉള്ളൂ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അന്നപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, അപ്പോൾ ഇതെന്താ നിങ്ങൾ ആ വാക്ക് തന്നെ മനസ്സിലാക്കുക. ഏതൊരു നമ്പറിൻ്റെ കൂടെയും എന്ത് ഇൻറ്റു ചെയ്യുമ്പോഴാണോ സെയിം നമ്പർ തന്നെ കിട്ടുക എന്നുള്ളത് നോക്കുക. ഇപ്പോൾ 3 ഇൻറ്റു എന്ത് നമ്പറാണ് 3 തന്നെ എന്നുള്ളത് നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി, അഡീഷൻ ആയതുകൊണ്ട് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. 3 ഇൻറ്റു 1 ആണ് 3. സോ 1നെ നമ്മൾ എന്താണ്, ഏതൊരു റാഷണൽ നമ്പറിനെയും 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം സെയിം റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. സോ 1 ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആൻഡ് 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇതൊരു ചെറിയൊരു കൺസെപ്റ്റാണ്. നിങ്ങളുടെ അടുത്ത് ഇനി ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് എഴുതട്ടെ. 3/7 പ്ലസ് -6/11 പ്ലസ് -8/21 പ്ലസ് 5/22. നമ്മളെന്താ ചെയ്യുക? 7, 11, 21, 22 LCM കണ്ടുപിടിക്കും അല്ലേ? സോ ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ നടന്ന ഒരു വലിയ ലോങ് പ്രോസസ്സാണ്. അതിന് പകരം നമുക്ക് നമ്മളെ ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടീസ് കുറച്ച് യൂസ് ചെയ്യാം. നമുക്കറിയാം അഡീഷൻ ഓഫ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റേഴ്സിൻ്റെ കേസിൽ 7 ഉണ്ട്, 11 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്. അപ്പോൾ 7 എന്ന് പറയുന്നത് 21നെ കൊണ്ട് ഡിവിസിബിളാണ് അല്ലേ? അതേപോലെ തന്നെ 11 എന്ന് പറയുന്നത് 22നെ കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ ക്ലബ് ചെയ്താൽ നമ്മുടെ LCM കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. സോ ഞാൻ എങ്ങനെ മാറ്റി എഴുതാൻ പോവുകയാണ്? 3/7 പ്ലസ്
minus 8 by 21 plus minus 6 by 11 plus 5 by 22. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ രണ്ടിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കും, ഈ രണ്ടിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കും, എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിപ്പിക്കുക. സോ 3/7 പ്ലസ് മൈനസ് 8/21 എന്ന് പറയുമ്പോൾ എന്താണ്? 7 ഇൻറ്റു 3 ആണ് 21. സോ ഡിനോമിനേറ്റർ സെയിം ആക്കി പ്ലസ് മൈനസ് 8 അല്ല, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. ആ സ്റ്റെപ്പ് 3 ഇൻറ്റു 3/7 to 3 പ്ലസ് മൈനസ് 8/21. ഇതിനെ ഞാൻ എന്തുകൊണ്ട് ആഡ് ചെയ്യാൻ പോണത്? 11 ഇൻറ്റു 2 ആണ് 22 നടന്നത്. സോ മൈനസ് 6 ഇൻറ്റു 2/11 ഇൻറ്റു 2 പ്ലസ് എന്താണ്? 5/22 ആണ്. ഞാൻ മുകളിലേക്ക് എഴുതുകയാണ് ബാക്കി. സോ നമ്മളെ ആൻസർ എന്താവും? 9/21 പ്ലസ് മൈനസ് 8/21 പ്ലസ് മൈനസ് 12/22 പ്ലസ് 5/22 ആണ്. സോ നമുക്കറിയാം എന്താണ് 9 പ്ലസ് മൈനസ് 8 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 8 ആണ്. അപ്പം 1/21 പ്ലസ് എന്താണ്? മൈനസ് 12 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ മൈനസ് 7/22. ഇനി 21 ഇൻറ്റു 22 LCM എന്താ? 21 ഇൻറ്റു 22 ആണ്. കാരണം രണ്ടും ഡിവിസിബിൾ ആവുന്ന വേറൊരു നമ്പറില്ല. സോ 21 ഇൻറ്റു 22 എന്ന് പറയുന്നത് എന്താണ്? 462 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ നോർമൽ അഡീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ 1 ഇൻറ്റു 22 പ്ലസ് 21 ഇൻറ്റു മൈനസ് 7/21 ഇൻറ്റു 22. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ്, അതായത് 22 മൈനസ് 147/462 which is equal to minus 125/462. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളെ കാൽക്കുലേഷൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. സോ ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. മൈനസ് 4/5 ഇൻറ്റു 3/7 ഇൻറ്റു 15/16 ഇൻറ്റു മൈനസ് 14/9. സോ എനിക്ക് ഏതൊക്കെ ക്ലബ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി വെക്കുക. ഏതൊക്കെ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഏതിനെ വേണമെങ്കിലും എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. സോ നമുക്കെന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? -4/5
15/16 ഒരുമിപ്പിച്ചു ഇൻറ്റു -3/7 ഇൻറ്റു -14/9 -3/7 അല്ല 3/7 ഇൻറ്റു 14/9. സോ ഇതെന്ന് പറഞ്ഞാൽ 5ഉം 15ഉം കട്ട് ചെയ്താൽ ഇവിടെ 3 വരും, 4ഉം 16ഉം കട്ട് ചെയ്താൽ താഴെ 4 വരും. സോ -3/4 ഇൻറ്റു 3ഉം 9ഉം കട്ട് ചെയ്താൽ താഴത്ത് 3 വരും, 7ഉം 14ഉം കട്ട് ചെയ്താൽ മുകളിൽ 2 വരും, -2/3. സോ 3ഉം 3ഉം കട്ട് ചെയ്താൽ 1ഉം 1ഉം വരും, 4ഉം 2ഉം കട്ട് ചെയ്താൽ -1/2 ഇൻറ്റു -1 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. സിമ്പിളായിട്ട് നമ്മൾ ആൻസറിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. സോ കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് സിംപ്ലിഫൈ ചെയ്യാനുമായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നേരത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി? നിങ്ങളുടെ ക്ലാസ്സിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട് ഇല്ലേ? ടോട്ടൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ് ആണല്ലോ. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാൻ എന്നിട്ട് പറയുകയാണ് 5 ചോക്ലേറ്റ് വെച്ചിട്ട് എല്ലാ ബോയ്സിനും 5 ചോക്ലേറ്റ് എല്ലാ ഗേൾസിനും കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് മൊത്തം എത്ര ചോക്ലേറ്റ് കൊടുത്തു എന്നുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും? എല്ലാ ബോയ്സിൻ്റെ എണ്ണം എടുക്കും. എന്നിട്ട് 5 ചോക്ലേറ്റ് എല്ലാ ബോയ്സിനും കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. പ്ലസ് ഗേൾസിനുള്ള എല്ലാ ചോക്ലേറ്റും കണ്ടുപിടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചോക്ലേറ്റ്സ് കിട്ടും. ഇത് തന്നെയല്ലേ ഞാൻ വന്നിട്ട് പറയുകയാണ് 5 ചോക്ലേറ്റ്സ് ക്ലാസ്സിൽ എല്ലാ കുട്ടിക്കും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ക്ലാസ്സിലെല്ലാ കുട്ടികളും എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ്സിലെ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് ഗേൾസാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ചോക്ലേറ്റ് വെച്ചിട്ട് ബോയ്സിനും ഗേൾസിനും കൂടെ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ എല്ലാ ക്ലാസ്സിനും കൂടെ ഒരുമിച്ച് 5 ചോക്ലേറ്റ് ഓരോ കുട്ടിക്കും വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കൂടെ, അതായത് അഡീഷനും കൂടെ രണ്ടും കൂടെ ക്ലബ് ചെയ്യുന്നൊരു സിനാരിയോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ഇങ്ങനത്തെ കേസിൽ എന്താ ചെയ്യുക? ഞാൻ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളെ എണ്ണ എടുത്തിട്ട് ഒരു കുട്ടിക്ക് 5 ചോക്ലേറ്റ് വെച്ചിട്ട് എന്നുള്ള രീതിയിൽ 5 ഇൻറ്റു ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്, അതും എനിക്ക് എന്താണ് കിട്ടുക? ടോട്ടൽ ചോക്ലേറ്റ്സ് തന്നെയാണ് കിട്ടുക. ഈ ടോട്ടലും സെയിം തന്നെയല്ലേ? ആയിരിക്കും. അപ്പം അതാണ് ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതിനെ കൊണ്ട് പറയുന്നത്. സോ അതെങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സി ആണ്. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത്. സോ അഡീഷൻ്റെ മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേസിൽ ബി പ്ലസ് സി എന്ന് പറയുന്നത് അഡീഷനാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിനെയാണ് ഈ ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. ഓക്കെ,
ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പം ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. എന്താണ് -3/4 ഇൻറ്റു 2/3 പ്ലസ് -5/6 എന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾ എങ്ങനെ എഴുതുക? -3/4 ഇൻറ്റു 2/3 പ്ലസ് ആദ്യതിന് ഇൻറ്റു ചെയ്യും, പിന്നെ ഇതിന് ഇൻറ്റു ചെയ്യും. -3/4 ഇൻറ്റു -5/6. ഇതെന്നപ്പോൾ എന്താ വരിക? ഇതും കട്ടായി പോവും. ഇവിടെ എവിടെയും കട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 വരും. സോ -1/2 പ്ലസ് ഇവിടെ ഇതും കട്ടായി, എന്നപ്പോൾ 2 വരും. സോ -1 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. സോ 5/8 എന്ന് കിട്ടും. സോ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 4 ആണ് 8, -1 ഇൻറ്റു 4 ആണ് 8. സോ -4 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 1. ഡിനോമിനേറ്റർ സെയിം ആക്കി. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 1/8 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ 1-2 പ്രോബ്ലംസും കൂടെ ചെയ്തു നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/5 ഇൻറ്റു -3/7 -1/14 -3/7 ഇൻറ്റു 3/5. സോ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. നമുക്ക് വേറെ ബ്രാക്കറ്റുകളൊന്നും തന്നിട്ടില്ല. എന്നപ്പം ഏത് ഓർഡറിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കണം. സോ നിങ്ങൾ പണ്ടേ പഠിച്ചൊരു കാര്യമുണ്ട്, ബോർഡ് മാസ്. ഏതിനാണ് പ്രയോറിറ്റി ഉള്ളതെന്ന്? ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിലാണ് പ്രയോറിറ്റി പോകുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഏറ്റവും പ്രയോറിറ്റി മൾട്ടിപ്ലിക്കേഷനാണ്, പിന്നെയാണ് അഡീഷൻ, പിന്നെയാണ് സബ്ട്രാക്ഷൻ. സോ ആദ്യം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. സോ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. സോ അത് രണ്ടും നമുക്ക് ഒരുമിച്ച് മാറ്റി എഴുതാം. അപ്പം അങ്ങനെ എഴുതുന്ന സമയത്ത് 2/5 ഇൻറ്റു -3/7 മൈനസ് 3/7 ഇൻറ്റു 3/5 മൈനസ് 1/14. ഓക്കെ ആണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി 2 എണ്ണത്തിൻ്റെ അകത്തും 3/7 അല്ലെങ്കിൽ -3/7 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ -3/7 ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. പുറത്തേക്ക് എടുക്കാൻ ഉദ്ദേശിച്ച് -3/7 എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടേം മൊത്തത്തിൽ പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക? 2/5 ആണേ. -3/7 ആണ് ഞാൻ പുറത്തെടുത്തത്. എന്നപ്പം എൻ്റെ അടുത്ത് പിന്നെ ബാക്കിയുള്ളത് +3/5 ആണ് ബാക്കിയുള്ളത് അല്ലേ? -3/7 പുറത്തെടുത്തുകൊണ്ടാണ് എനിക്ക് +3/5 ബാക്കിയുള്ളത്. വെറും 3/7 ആണ് പുറത്തെടുത്തേച്ചാൽ എന്താ ഉണ്ടാവുക? ഇവിടെ എനിക്ക് -2/5 ഉണ്ടാവുമായിരുന്നു, ഇവിടെ എനിക്ക് എന്താണ് -3/5 ആയിരുന്നു ഉണ്ടാവുക. നമ്മൾ മൈനസ് അടക്കമാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് -3/7 പുറത്തെടുത്താൽ ബാക്കി 2/5 ഉണ്ടാവും, പ്ലസ് ഈ 3/5 ഉണ്ടാവും, -1/14. ഇനി നമ്മളിത് ചെയ്ത് നോക്കുക.
-3/7 ഇൻറ്റു 2 + 3 പറഞ്ഞാൽ 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. -1/14 വിച്ച് ഈസ് ഈക്വൽ ടു -3/7 -1/14. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × 2 -3 × 2 7 × 2 -1/14 ഈക്വൽ ടു -6 -1/14 which is equal to -7/14, that is കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1/2. നമുക്ക് ഈസി ആയിട്ട് ആ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റി. അത്രയേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പുറത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. പുറത്തെടുക്കാൻ പറ്റിയപ്പോഴാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷനാണ്. എന്നിട്ടേ ഉള്ളൂ അഡീഷനും സബ്ട്രാക്ഷനും പ്രയോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം എന്ത് ചെയ്യുക? ക്ലബ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ക്ലബ് ചെയ്തിട്ട് എന്തെങ്കിലും പുറത്തെടുക്കാനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ട്രിക്ക്. ഇനി നമുക്ക് നമ്മൾ എക്സസൈസസ് നോക്കി നോക്കാം. ഇപ്പോൾ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? -4/5 × 1 ഈക്വൽ ടു 1 × -4/5 ഈക്വൽ ടു -4/5. ഇതെന്ത് പ്രോപ്പർട്ടിയാണ്? നമുക്കറിയാം, എന്തൊരു നമ്പറിനെയും 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതേ നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെന്താണ് പറയൽ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടും കൂടെ പറയാൻ പറ്റും. കാരണം ഇത് രണ്ട് നമ്പറായിട്ട് എടുക്കുമ്പം -4/5 × 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 × -4/5 തന്നെയാണ്. അപ്പോൾ ഏത് രീതിക്ക് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്കിത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. സോ അടുത്തത് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, -13/17 × -2/7 ഈക്വൽ ടു -2/7 × -13/17. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെയാണ്. അതായത് A × B = B × A. ഇതെന്താ കാണിക്കുന്നത്? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി തേർഡ് വൺ, -19/29 × 29/-19 ഈക്വൽ ടു 1. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതായത് ഒരു നമ്പറിൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്താലാണ് 1 കിട്ടുക എന്നുള്ളത്. അതായത് A എന്നുള്ള നമ്പറാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ 1/A ഇൻറ്റു ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഇതും കട്ടായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്ത് നമ്പറാണോ എടുക്കുന്നത് അതിൻ്റെ റെസിപ്രോക്കലിനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എനിക്ക് 1 കിട്ടും. കറക്റ്റല്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്താണ്?
2/1. സോ 2/1 എന്ന് പറയുന്നത് 1/2ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം 1/2നെ 2/1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ ആ തന്ന നമ്പറിൻ്റെ റെസിപ്രോക്കലിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻറ്റു ചെയ്യുന്ന നമ്പറിന് നമ്മൾ എന്താ വിളിക്കുക? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് തേർഡ് കേസ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു സംഭവം കൂടെ പഠിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് 1/3 ഇൻറ്റു 6 ഇൻറ്റു 4/3 എന്നുള്ളതിനെ 1/3 ഇൻറ്റു 6 ഇൻറ്റു 4/3 ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഓർഡറിൽ കമ്പൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റിയും അസോസിയേറ്റിവിറ്റിയും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ്സും പ്ലസ്സും ഇൻറ്റും വരും. ഓക്കെ, അല്ലെങ്കിൽ മൈനസും ഇൻറ്റും വരും. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെയിം ഓപ്പറേഷൻ തന്നെയായിരിക്കും നമ്മൾ 3 നമ്പറിൻ്റെ മുകളിലും ചെയ്യുക. അസോസിയേറ്റീവിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ 3 നമ്പറിൻ്റെ മുകളിലും എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വരും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും വരും. ആ കോമ്പിനേഷനിലാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി വരിക ഓപ്പറേഷൻസിൽ. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഈ കേസിൽ എന്താണിത്? ഒക്കെ സെയിം ഓപ്പറേഷൻസ് ആണ്. സോ നമ്മൾ ഡിഫറെൻ്റ് ഓർഡറിൽ കമ്പൈൻ ചെയ്യാണ്, അസോസിയേറ്റ് ചെയ്യാണ്. അതിനാണ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പർ ഈസ് ഓൾവേസ് എ എന്താണ്? റാഷണൽ നമ്പർ. കാരണം എന്താ? നമുക്കറിയാം ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് എന്താണ്? 2 റാഷണൽ നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഒരു റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദ പ്രൊഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് എ റാഷണൽ നമ്പർ. അത്രയേ ഉള്ളൂ ആ സംഭവം. അപ്പോൾ നമ്മുടെ എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രിക്ട്ലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തു പോയിട്ടുള്ളൂ. നോക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നോക്കിയിട്ട് സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ താങ്ക് യു എവരിവൺ. ബൈ ബൈ.